നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് ചില നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്ന തരത്തിലുള്ള അനുകൂലകരമായ രാശിമാറ്റം തന്നെയാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം ജൂലൈ 18 ബുധന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നത്. തുലാം രാശിയിലാണ് ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ ഇടവേള വരെ അവിടെ തന്നെ തുടരും. അതായത് ഓഗസ്റ്റ് 11 വരെ ബുധൻ ഇതേ അവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ജ്യോതിഷപ്രകാരം ഇത് വലിയൊരു ഭാഗ്യത്തിന് തുടക്കം കുറിക്കുകയാണ് എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ ഈ മാറ്റം എല്ലാ രാശിക്കാർക്കും നേരിയ തോതിൽ മാറ്റം സമ്മാനിക്കുമെങ്കിലും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് ഇതുവഴി വന്നു ചേരാൻ പോകുന്നത്. അവർ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ ഇനി അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരും. എന്തുകൊണ്ടും അനുകൂലമായ ഭാഗ്യങ്ങൾ ഒട്ടനവധി നൽകുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ രാശികൾ ഏതൊക്കെയെന്നും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പായി നിങ്ങളുടെ പേര് നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറാനായി ഞാനും കൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കാം. മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരും. ആദ്യമായി വൃശ്ചികൻ രാശി. വിശാഖം, അനിഴം, തൃക്കേട്ട. വരാനിരിക്കുന്ന ബുധന്റെ വക്രഗതിയിലൂടെ അനുകൂലമായ ഒട്ടനവധി മാറ്റങ്ങളാണ് വൃശ്ചികൻ രാശിയിലായി ജനിച്ചിരിക്കുന്ന 3 നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തിപ്പെടുകയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്നും ഇല്ലാതാവുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. ജീവിതത്തിൽ ഇനി നല്ല നാളുകൾ തുടങ്ങാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. അതായത് ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്ന ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 11 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാക്കി എടുക്കാൻ സാധിക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾ എന്ത് ആഗ്രഹിച്ച് എന്ത് കഠിന പരിശ്രമം ചെയ്യുന്നോ അതിൽ വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം. ബുധൻ രാശി മാറുന്ന ഈ കാലയളവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാനാവുകയും എല്ലാ സ്വപ്നങ്ങളും സഫലമാവുകയും ചെയ്യും. ജോലികൾ കൃത്യമായി പൂർത്തിയാക്കുകയും അതിലൂടെ ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആരെങ്കിലും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ദൃഢമാവുകയും വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ്. കടങ്ങളെല്ലാം വീട്ടാനും കുടുംബത്തിൽ സമാധാനം കൈവരിക്കാനും കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ഈ ഒരു സമയം കൂടുതൽ പ്രയോജനകരമാക്കി എടുക്കാൻ ശ്രമിക്കുക. അടുത്തത് മകരൻ രാശി. ഉത്രാടം, തിരുവോണം, അവിട്ടം. ഈ 3 നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായി മുന്നേറും. അതായത് ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്നും വിട്ടൊഴിയുമെന്നർത്ഥം. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുകയും ജീവിതം പച്ച പിടിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മികച്ച സമയം തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. സാമ്പത്തികമായി ശക്തിപ്പെടാനും കുടുംബത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരാനും നിങ്ങൾക്ക് തന്നെ സാധിക്കും. കുടുംബത്തിൽ ഒരു അഭിമാന നേട്ടം കരസ്ഥമാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും ഈ ഒരു സമയം, അതായത് ബുധന്റെ വക്രഗതി സഞ്ചാരം ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 11 വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലകരമാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. അടുത്തത് കുംഭൻ രാശി. അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഈ 3 നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണിത്. ഇക്കൂട്ടർക്ക് പതിവിലും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഏറെ നാളായി വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നവർക്ക് അതൊക്കെ മാറി വിദേശത്തേക്ക് പോകണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. ജോലിക്കായാലും അല്ലാതെയായാലും വിദേശ യാത്ര നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. നിയമപരമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. പ്രത്യേകിച്ച് സ്വത്ത് തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലകരമായ വിധി കോടതിയിൽ നിന്നും ലഭിക്കും. എന്തുകൊണ്ടും നേട്ടമാണ്, ഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശിവോഹം.